ഇത്രയും നന്ദി കെട്ട ഒരു കുടുംബം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച വരെ വിചാരിച്ചുകൊണ്ടിരുന്നത് സഹോദരിക്ക് മാത്രമേ കണ്ണുകടിയുള്ളൂ എന്നാണ്. പക്ഷെ ഒരിക്കലും അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ ഇങ്ങനൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അർജുൻ്റെ ഫാമിലി ഒരു പത്രസമ്മേളനമായിട്ട് വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട മീഡിയാസ് എല്ലാം ഉണ്ട്, മൈക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നുണ്ട്. അങ്ങനെ വാചക കസർത്തൊക്കെ നടത്തി ഘോരം പ്രസംഗിച്ച് മുന്നേറുകയാണ്. അർജുൻ്റെ ലോറി ഡ്രൈവർ ഉടമ മനാഫ് അർജുൻ്റെ പേരിൽ പണം പിരിക്കുന്നു, പിന്നെ ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്, 75,000 രൂപ ശമ്പളമൊന്നും കൊടുത്തിട്ടില്ല, ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ്, യൂട്യൂബ് ചാനൽ റീച്ചാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ്റെ ചാനൽ കയറിപ്പോയി 20,000 സബ്സ്ക്രൈബേഴ്സ് ആയതിനൊക്കെ ഇതായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പം ഇതിലെ കമൻസ് വായിക്കും തോറും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. മലയാളികൾ പൊട്ടന്മാരല്ല. കാര്യം മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും എന്താണ് സംഭവിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേഷൻ ഡേ ബൈ ഡേ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. ഇവർ ആടിനെ പട്ടിയാക്കാൻ നോക്കിയാൽ നടക്കില്ല. മനാഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി ചെയ്ത കാര്യം അതിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു മനുഷ്യനും ചെയ്യൂല. ഇപ്പോൾ ഒരു നിരപരാധിയെ കാറ് കയറ്റി ഇറക്കിയ ഡോക്ടർ ശ്രീകുട്ടി ഒരു ജീവൻ എടുത്തപ്പോൾ പൊലിഞ്ഞുപോയ ഒരു ജീവന് വേണ്ടി 71 ദിവസം സ്വന്തം ലൈഫിലെ ക്വാളിറ്റി ടൈം ചെലവഴിച്ച ഒരു വ്യക്തിയാണ് മനാഫ്, അല്ലേ? 71 ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു ചെറുതല്ല. ഒരു 2 മാസം നമുക്ക് ചെറുതല്ല. സ്വന്തം ലൈഫിലെ 2 മാസം ക്വാളിറ്റി ടൈം പുഴയിൽ മുങ്ങിപ്പോയ ഒരാളുടെ ബോഡിയെങ്കിലും അയാളുടെ അമ്മയ്ക്ക് കൊണ്ടെത്തിക്കാമെന്ന് വാക്ക് കൊടുത്തു പോയതിൻ്റെ പേരിൽ മാത്രം 71 ദിവസം ഉറക്കമുളച്ച് കാത്തിരുന്ന ഒരു മനുഷ്യനെയാണ് ഇന്ന് വന്നിരുന്ന് കരിവാരി തേക്കുന്നത്. ഇവർ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഇൻഷുറൻസ് വേണമെങ്കിൽ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് തെളിവുകൾ ധാരാളമാണ്. അർജുൻ ഓടിച്ചുകൊണ്ട് പോയ ലോറി വെള്ളത്തിൽ വീണതും അത് വെള്ളത്തിൽ പെട്ടുപോയതും മുങ്ങിയതും എല്ലാം വാർത്തകൾ തെളിവുണ്ട്. എൻ്റെ ലോറി ഇതാ വെള്ളത്തിൽ പോയി എന്നും പറഞ്ഞ് വീഡിയോസ് തെളിവ് വെച്ചാൽ പോലും പുള്ളിക്കാരന് അത് ക്ലെയിം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇന്ന് ലോകത്ത് ഒരു വിലയില്ല. സ്വന്തം കൂടപ്പിറപ്പ് പോലും നിൽക്കൂല ഇങ്ങനെ. നമ്മളെ പല ബന്ധുക്കളെയും കൂടപ്പിറപ്പുകളെയും മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴാണ്. ഇന്ന് നമ്മളെ ഒരു ബന്ധുവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു അത്യാവശ്യമാണ്, ഒരു ഓപ്പറേഷൻ ചിലവുണ്ട്, ഇത്ര രൂപ താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബന്ധുക്കൾ വെച്ചിട്ട് തരാത്തവരുണ്ട്. ഇനി കൊടുത്താൽ ഇവൻ തിരിച്ച് തരുമോ, ഇതോടെ ഈ ഓപ്പറേഷനോടെ ഇവൻ തട്ടിപ്പോകുമോ എന്ന് ചിന്തിക്കുന്ന ബന്ധുക്കളുണ്ട്. അങ്ങനെ ഉഡായിപ്പുകളുടെ ഇടയിൽ വ്യത്യസ്തനായിട്ടൊരാൾ, എനിക്ക് അങ്ങനെയാണ് മനാഫിനെ പേഴ്സണലി തോന്നിയത്. പിന്നെ മനാഫും അർജുനും തമ്മിലുള്ള ബന്ധം അതൊരിക്കലും ഒരു ലോറി ഡ്രൈവറോ ഒരു മുതലാളിയോ ആയിട്ടുള്ള ബന്ധമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തെക്കാൾ ഉപരി അവർ തമ്മിൽ ജീവിച്ചിരുന്ന സമയത്ത്, അർജുൻ ജീവിച്ചിരുന്ന സമയത്ത് മാനസികമായ ഒരു വൈകാരികമായ ബന്ധം ഉണ്ടായിരുന്നു, ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് ആ മനുഷ്യൻ ഈ തൻ്റെ ജീവിതത്തിലെ 71 ദിവസം അർജുന് വേണ്ടി മാറ്റിവെച്ചത്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അവിടുത്തെ അപ്ഡേഷൻ നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പുള്ളിക്കാരൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. മലയാളത്തിൽ പറഞ്ഞാലല്ലേ മലയാളികൾക്ക് മനസ്സിലാവൂ. പുള്ളിക്കാരൻ അവിടെ നിന്നുകൊണ്ട് ഇംഗ്ലീഷിലോ തെലുങ്കിലോ കന്നഡികയിലോ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ മലയാളികൾ നോക്കിയിരുന്നില്ലേ അർജുന് വേണ്ടിയിട്ട്? എനിക്ക് തോന്നുന്നു സ്വന്തം ഭാര്യയേക്കാൾ മലയാളികൾ ഉറ്റുനോക്കിയിരുന്നു അർജുൻ്റെ വരവിന് വേണ്ടി. അർജുൻ്റെ ഭാര്യ ഹിന്ദു നിയമപ്രകാരം ബോഡി കിട്ടി അത് നമ്മളെ ഈ ദഹിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ദിവസം കണക്ക് കൂട്ടുന്നത്. അങ്ങനെ നോക്കിയാൽ സഞ്ചയനം പോലും കഴിഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് 16 കഴിഞ്ഞിട്ട് ഈ സ്ത്രീക്ക് മൈക്കിൻ്റെ മുന്നിൽ വന്നിരുന്നൂടെ? ഇതൊക്കെ പറയുമ്പോൾ പഴയ കാലത്തെ കുലസ്ത്രീയൊന്നും ആവുന്നതല്ല. ഞാൻ ചോദിക്കുന്നതാണ്, ഇത്രയും ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് 16 കഴിഞ്ഞിട്ട് വന്നിരുന്ന് സംസാരിച്ചുകൂടെ? അല്ലെങ്കിൽ പോട്ടെ, ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കോള് ചെയ്തിട്ട് പറയാനുള്ള കാര്യം ഇവരെന്തിനാണ് ചാനൽ വഴി വന്നിരുന്ന് പറയുന്നത്? മനാഫിന് ഇവർക്ക് കോൾ ചെയ്ത് പറയാമല്ലോ, നിങ്ങളിത് നിർത്തണം, ഇത് അവസാനിപ്പിക്കണം, ഇത് മതിയാക്കണം. അപ്പം ഇവർക്ക് പ്രശ്നം അർജുൻ പോയതോ മുങ്ങിയ 71 ദിവസം അതിൻ്റെ അടിയിൽ കിടന്നതോ വാർത്തയായതോ ഒന്നുമല്ല. മനാഫ് എന്ന വ്യക്തിയെ 10 പേര് അറിഞ്ഞു എന്നത് മാത്രമാണ് ഈ കുടുംബത്തിൻ്റെ പ്രശ്നം. ഇങ്ങനെയുണ്ടോ ഒരു കുടുംബം? നമ്മളൊക്കെ ആണെങ്കിൽ ആ ബോഡി ഒന്ന് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കേരളക്കര ഒന്നടങ്കം പ്രാർത്ഥിച്ചു, അർജുൻ ആ വെള്ളത്തിനടിയിൽ ആ ലോറിയിൽ ഉണ്ടാവരുതേ, തെറിച്ച് ഏതെങ്കിലും ഓരം പോയി വീണ് ഒരു കാട്ടിൽ കയറി കാട്ടിലകപ്പെട്ടു ആദിവാസി മക്കൾ രക്ഷപ്പെടുത്തി അർജുന് തിരിച്ചു കൊണ്ട് വരണേ
എന്ന് മലയാളികൾ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നുന്നു ഈ കുടുംബം അതിനുവേണ്ടി പ്രാർത്ഥിച്ചില്ല. അതാണ് അർജുൻ്റേതാണ് കിട്ടിയത്, ബോഡി കിട്ടിയത് അർജുൻ്റേതാണ്, അതിൽ കുഞ്ഞിനുള്ള കളിപ്പാട്ടങ്ങളും അർജുൻ്റെ മൊബൈലും ഉണ്ടായിരുന്നു എന്ന് കൺഫേമായി കൊണ്ടുവന്ന് ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവരിതിനിറങ്ങിയതിന് കാരണം അതാണ്. ഒരു പക്ഷേ അർജുൻ്റെ ഈ ബോഡി കിട്ടുന്നതിന് മുന്നേ ഇവർ വന്നിരുന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തിയിരുന്നുവെങ്കിൽ, ബോഡിയായിട്ട് അതിലൊന്നും ഇല്ലായിരുന്നു, അർജുൻ നാളെ ഏതെങ്കിലും തരത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സത്യം പുറത്താവും. ഇപ്പോൾ ഇവർക്ക് കൺഫേമായ അർജുൻ ഇനിയില്ല. അപ്പോൾ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ വന്നിരുന്ന് നന്ദിയില്ലായ്മ പടച്ചുവിടുന്നു. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ മലയാളികളുടെ അടുത്താണ് ഇത് പറയുന്നത്. മലയാളികൾ നമ്മൾ നിങ്ങൾക്കൊപ്പമല്ല, അർജുൻ്റെ കുടുംബത്തിനൊപ്പമല്ല, അർജുനൊപ്പമാണ് ഞങ്ങൾ. അർജുൻ ഈ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത്. നന്ദിയില്ലാത്ത ഒരു പറ്റും ജന്തുക്കൾ. ഈ മനാഫിന് കിട്ടിയ പ്രശസ്തിയിൽ അസൂയ ഇല്ലെങ്കിൽ ഇവർക്ക് പത്രസമ്മേളനം വിളിച്ചു കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് ഫോൺ കോൾ വഴി അവസാനിപ്പിക്കാവുന്ന കാര്യമേ ഇതുള്ളൂ, അല്ലേ? ഈ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും ആ അർജുൻ എന്ന് പറയുന്ന ഭർത്താവിനോട് സ്നേഹമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ, മരിക്കുന്നത് വരെ തൻ്റെ ഭർത്താവ് കൂലിപ്പണിക്കാരനായിരുന്നു, അല്ലേ? ഒരു തടി കൊണ്ടുവന്ന ലോറി ഡ്രൈവർ ആയിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥയായി. 71 ദിവസം മനാഫ് എന്ന് പറയുന്ന വ്യക്തി ഉറക്കൊഴിഞ്ഞ് അവിടെ നിന്നു. ഈ 71 ദിവസത്തിനിടയിൽ ജോലിയിൽ പ്രവേശിച്ച് ഇവർ സൈൻ ചെയ്യത്തില്ലായിരുന്നു. ഭർത്താവിനോട് യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലെങ്കിൽ ആ എല്ല് കിട്ടി ദഹിപ്പിച്ചിട്ട് ഞാൻ ജോലിക്ക് കയറാം. സർക്കാർ കൺഫേം ചെയ്ത ജോലിയാണ്, എടുത്ത് കളയത്തൊന്നുമില്ലല്ലോ. എന്തായാലും ഇത്രയും ദിവസം ജീവിച്ചില്ലേ, അതിൻ്റെ ഇടയിൽ വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഭർത്താവിൻ്റെ ചെയ്ത കത്തിച്ച് ആ അസ്ഥി ദഹിപ്പിച്ച് കഴിഞ്ഞ് ചെതയിലെ കനൽ കെട്ടിട്ട് ജോയിൻ ചെയ്തിട്ട് വന്നിരുന്ന മനാഫിനെതിരെ സംസാരിച്ചെങ്കിലും ഓക്കെ, അത്രയും സ്നേഹം ഉള്ള ഭാര്യ എന്ന് നമ്മൾ പറഞ്ഞേനെ. നിരന്നിരിക്കുന്ന ഒറ്റ എണ്ണത്തിനെ കണ്ടിട്ടും ആ വ്യക്തി ആ കുടുംബത്തിൽ നിന്ന് പോയതിന് ഒരു വിഷമവും കാണുന്നില്ല. പറയുമ്പോൾ കേൾക്കുന്ന കുറച്ച് നെഗറ്റീവ് ഓളികളെങ്കിലും വിചാരിക്കുമോ പിന്നെ അവരെന്ത് ചെയ്യണം, അലച്ച് തല്ലി കരയണോ, നിങ്ങളുടെ മുന്നിൽ പ്രഹസനമാണെങ്കിൽ ഒന്നുമല്ല. ഞാനൊക്കെ ആണെങ്കിൽ സ്നേഹമുള്ള ഭർത്താവ് നഷ്ടപ്പെട്ടു പോയാൽ ഇതൊന്നും ആയിരിക്കില്ല. അറ്റ്ലീസ്റ്റ് 1 year എടുക്കും, പുറത്ത് വരും, ആ ട്രോമയിൽ നിന്ന് പുറത്ത് വരില്ല എന്നല്ല, അറ്റ്ലീസ്റ്റ് 1 year എടുക്കും ആ ട്രോമയിൽ നിന്നൊന്ന് പുറത്ത് വരാൻ. ഇവരിപ്പോൾ അതിന്ന് പുറത്തു വന്നത് ഞാനൊരു കുറ്റമായിട്ടല്ല പറയുന്നത്. പക്ഷേ ആ ഭർത്താവിന് 71 ദിവസം ഉറക്കൊഴിഞ്ഞ് അവിടെ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ കഞ്ഞി വെച്ച് കുടിച്ച് താമസിച്ച് അസ്ഥി കൊണ്ടുവന്ന് കൊടുത്ത ഒരു മനുഷ്യനെതിരെ ഇത്രയും നന്ദിയില്ലായ്മ നിങ്ങൾ പറയരുത്. അല്ലെങ്കിൽ തെളിവോടുകൂടി പറയും. മനാഫ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, ഇവരിത് തെളിയിച്ചാൽ, ഞാൻ അർജുൻ്റെ പേരിൽ പണം തട്ടിയെന്ന് ഇവർ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ കല്ലേറ് കൊണ്ട് ചാവാൻ. പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പുള്ളി പറഞ്ഞ് അർജുൻ്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനി ഈ ചാനൽ വിട്ടുകളയത്തില്ല, ഈ ചാനൽ കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയാണ് മനുഷ്യന് സഹിക്കാൻ പറ്റാത്തത്. നമ്മളൊക്കെ ആണെങ്കിൽ കൂടപ്പിറപ്പുകൾ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരനെ ശരി വന്നിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിന്നിക്കില്ലായിരുന്നു. ഒരു പക്ഷേ അർജുൻ തിരിച്ചു വന്നിരുന്നു എങ്കിൽ അർജുൻ വന്നാൽ ആദ്യം പോയി കെട്ടിപ്പിടിക്കുക മനാഫിനായിരുന്നായിരിക്കും, സ്വന്തം ഭാര്യയെ പോലും ആയിരിക്കില്ല. അത്രമേൽ ഈ ഉറക്കം വിളച്ചും കഷ്ടപ്പെട്ട ഒരു മനുഷ്യന് തന്നെയായിരിക്കും എല്ലാവരും പ്രാധാന്യം കൊടുക്കുക. അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന ആൾക്കാർക്ക് സർക്കാർ ജോലി കൊടുക്കുന്ന സർക്കാരിനോട് എനിക്കൊന്ന് പറയാനുണ്ട്. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ എല്ലാവർക്കും സർക്കാർ ജോലി കൊടുത്തേ പറ്റൂ. വയനാട് ദുരന്തത്തിൽ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർക്ക് മൊത്തം സർക്കാർ ജോലി കൊടുക്കണം. ഇപ്പം അർജുൻ്റെ വൈഫിന് മാത്രം ജോലി കൊടുത്താൽ പോരല്ലോ. ഇത്രയും നന്ദികെട്ടൊരു സ്ത്രീ ആയതുകൊണ്ട് പറയണത്. ഇതുപോലെ വയനാട് ദുരന്തത്തിൽ ഭർത്താവ് മരിച്ച എല്ലാ സ്ത്രീകൾക്കും സർക്കാർ ജോലി കൊടുക്കണം. ഇത് ഭർത്താവിനോട് സ്നേഹമുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ, നിങ്ങൾ അത്രയ്ക്ക് ആത്മാഭിമാനം പറയുന്ന ഒരാളാണെങ്കിൽ ശരി, ഇതങ്ങ് തിരിച്ചു കൊടുക്കും ജോലി. എൻ്റെ ഭർത്താവ് മരിക്കുന്നത് വരെ കൂലിപ്പണിക്കാരനായിരുന്നു, ഞാൻ കൂലി വേല ചെയ്തതിന് എൻ്റെ കൊച്ചിനെ നോക്കിക്കോളാം, ജോലി നിങ്ങൾ തിരിച്ചെടുത്തോ, ജോലി റിസൈൻ ചെയ്യും. ഇത്രയും നന്ദിയുടെ പറയുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം ഈ കർണാടക സർക്കാരൊക്കെ ആരായി, ഈശ്വർ മാൽപേയും പിന്നെ മനാഫും കൂടി ഒത്തു കളിച്ചാണെന്ന് പറയുന്നു. ഈശ്വർ മാൽപേക്ക് ഇപ്പം പുള്ളിക്കാരൻ മുങ്ങൽ വിദഗ്ധനാണ്. പുള്ളിക്കാരൻ ഇപ്പം മനാഫിൻ്റെ കൂടെ ഒത്തു കളിച്ചിട്ട് എന്ത് വാഴയ്ക്ക കിട്ടാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും ചെയ്യാവുന്നതിൻ്റെ മാക്സിമത്തിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അണ്ണാക്കിലടിച്ചു കൊടുക്കുന്ന ഒരു കുടുംബം. ഇതാണ് ഇന്നത്തെ മനുഷ്യർക്ക് ആത്മാർത്ഥതയും നന്ദിയൊന്നും ഇല്ലാത്ത കാരണം ഇതാണ്. ഉടായ്പകളെ കണ്ട് നന്ദിയുള്ള മനുഷ്യരെ കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി, അല്ലേ? എന്തൊരു ഇതാന്ന് നോക്കിയേ. എല്ലാം പോട്ടെ, ഇവർ ഈ പറയുന്നത് നമുക്ക് വിശ്വസിക്കാമായിരുന്നു.
ഇവരാദ്യമേ ഈ തെരച്ചിൽ തുടങ്ങിയ സമയത്തെ 1-2 ദിവസമല്ലല്ലോ, 71 ദിവസം നീണ്ടുപോയില്ലേ. അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്കൊന്ന് പറയായിരുന്നില്ലേ, ഇതിലെന്തോ നാടകം കളി നടക്കുന്നുണ്ട്, ഈശ്വർ മാൽപ്പയും ഈ പുള്ളിക്കാരനും കൂടി ഒത്തു കളിക്കുന്നതാണെന്ന് നമുക്ക് സംശയമുണ്ട് എന്ന് അന്ന് പറയായിരുന്നല്ലോ. ബോഡി കിട്ടിക്കഴിഞ്ഞ് ഇത്രയും ഇവർ പ്രതീക്ഷിച്ചില്ല. മനാഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഇത്രയും ഹൈപ്പിൽ എത്തും എന്നിവർ പ്രതീക്ഷിച്ചില്ല. കാര്യം ഇവർക്ക് ഈ അർജുൻ പോയതിലല്ലേ വിഷമം, അതിൻ്റെ പേരിൽ മനാഫിന് പ്രശസ്തി വന്നതിലാണ് ഇവർക്ക് വിഷമം. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. മനാഫിന് കിട്ടിയ പ്രശസ്തി കണ്ടാണ് അർജുൻ്റെ കുടുംബം ഈ തേങ്ങുന്നതെങ്കിൽ നമ്മൾ മലയാളികൾ അറിഞ്ഞു കൊടുത്ത അംഗീകാരമാണ്. ആക്സിഡൻറ്റ് പറ്റി ഒരുത്തൻ കിടന്ന് ചോര ഒലിപ്പിക്കുന്നത് കണ്ടാലും അത് വീഡിയോ എടുത്തിട്ട് റീച്ച് കൂട്ടാൻ നടക്കുന്ന ഒരുപാട് ഡാഷ് മക്കളുടെ ഇടയിൽ നന്മയുള്ളൊരു മനുഷ്യൻ. നമ്മളെ മലയാളികൾ അറിഞ്ഞു കൊടുത്ത അംഗീകാരമാണ് മനാഫിന്. അത് അർജുൻ്റെ ഫാമിലി ഇവിടെ വന്നിരുന്ന് പ്രസംഗിച്ച ഈ അളിയൻ എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറയും. ഈശ്വർ മാൽപ്പയെ മുങ്ങാങ്കുഴി ഇട്ടപ്പം പോയി മാറ്റിയിട്ട് ഈ അളിയച്ചാർ ഈ വന്നിരുന്ന് മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ഘോരം പ്രസംഗിക്കുന്ന അളിയച്ചാർക്ക് പോയി മുങ്ങി എടുത്തുവിടായിരുന്നു അളിയനെ. പറയാൻ എളുപ്പമാണ്, ഇങ്ങനെ ക്രൂരത കാണിക്കരുത്. ആത്മാവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അർജുൻ്റെ ആത്മാവ് ഇന്ന് സന്തോഷിക്കുന്നുണ്ടായിരിക്കും ഈ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത്രയും നന്ദി കേട്ട ജന്തുക്കളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നമുക്കൊരു മുട്ടായി വാങ്ങിത്തരുന്ന ആളിനോട് പോലും ആ നന്ദി തിരിച്ച് കാണിക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. നമുക്കൊരു ഉപകാരം ചെയ്തു തന്നതാണ്. നിങ്ങൾ പുള്ളിക്കാരനെ എഴുന്നേറ്റ് നിന്ന് പൂവിട്ട് തൊഴുവൊന്നും വേണ്ട. ഞങ്ങൾ അർജുൻ്റെ കുറേ സഹോദരങ്ങൾ, അർജുനെയൊക്കെ നഷ്ടപ്പെട്ടു പോയ സമയത്ത് ഒരു വയറ്റിൽ ജനിക്കാത്ത ഒരുപാട് കൂടപ്പിറപ്പുകൾ അർജുൻ ഉണ്ടായതാണ്. അതിലൊരാളാണ് ഞാനും. ഞങ്ങൾ സഹോദരങ്ങൾ മനാഫ്ക്കാക്കി കൊടുക്കുന്ന ഒരു അംഗീകാരമുണ്ട്. അത് നിങ്ങൾ കുടുംബത്തോടെ വന്നിരുന്ന് ഇനി എത്ര നീട്ടി പ്രസംഗിച്ചാലും ഈ കോഴി രാവിലെ ഉച്ചത്തിൽ നമ്മളെ വിളിച്ചുണർത്താൻ കൂവും പോലെ എത്ര കൂവിയാലും നിങ്ങൾ അന്ന് കാണിക്കാത്ത ശുഷ്കാന്തി ഇന്ന് വന്നിരുന്ന് കാണിക്കുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന്. സഹോദരിയുടെ ഭർത്താവൊക്കെ മനാഫിനെതിരെ നിന്നാലും ഒരിക്കലും അർജുൻ്റെ ഭാര്യയിൽ നിന്നും ഇത്തരം ഒരിത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇവരെ അക്ഷരം തെറ്റാതെ ഭാര്യ എന്ന് വിളിക്കാം. കാരണം 71 ദിവസം വെള്ളത്തിനടി കിടന്ന ഭർത്താവിനെ അത് കിട്ടിയത് ഒരു മനുഷ്യ ശരീരം പോലും അല്ലാത്ത കോലത്തിൽ അത് കിട്ടി. അത് മുങ്ങാങ്കുഴിയിട്ട് തപ്പിയെടുത്ത ഒരു മനുഷ്യനുണ്ട്. അതിനുവേണ്ടി 71 ദിവസം ഉറക്കൊഴിഞ്ഞൊരു മനുഷ്യനുണ്ട്. ഇവരൊക്കെ 71 ദിവസം സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ വേറൊരു സ്ഥലത്ത് കർണാടകയിൽ 71 ദിവസം ഉറക്കൊഴിഞ്ഞിരുന്ന് ആ അസ്ഥിയെങ്കിലും വാരി എടുത്തുകൊണ്ട് കൊടുത്ത ഒരു മനുഷ്യനെ ഇത്രയും നന്ദിയോട് പറയുന്ന ഒരു സ്ത്രീ, അക്ഷരം തെറ്റാതെ ഭാര്യ എന്ന് വിളിക്കാം. പിന്നെ അത് കൊണ്ടുവന്ന ആ അസ്ഥി കൊണ്ടുവന്ന് ദഹിപ്പിച്ചിട്ട് സഞ്ചയനം പോലും കഴിയുന്നതിന് മുമ്പേ പത്രസമ്മേളനം ഇങ്ങനെ വിളിച്ചു കൂട്ടിയിരുന്ന് സംസാരിക്കാൻ കാണിച്ച അവരുടെ മനസ്സ് ആരും കാണാതെ പോകരുത്. കൊല്ലം സുധിയെ പോലെയുള്ള ആളുകളുടെ ഭാര്യയെ വിമർശിക്കുന്നവർ ഇതുകൂടി ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും. വെള്ളസാരിയും എടുത്ത് കണ്ണീരൊലിപ്പിച്ച് നടക്കണമെന്നൊന്നും പറയുന്നില്ല, നന്ദി കാണിക്കണമെന്നും പറയുന്നില്ല. ഒന്ന് വായടച്ച് മിണ്ടാതെയെങ്കിലും ഇരുന്നൂടെ? അത്രയും സ്നേഹം ആ ഭർത്താവിനോട് കാണിച്ചൂടെ?